പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ജോർദാനിലാണ് ആദ്യത്തെ സന്ദർശനം. ജോർദാൻ രാജാവ് അബ്ദുള്ള ബിൻ അൽ ഹുസൈനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നിന്ന് വിനീത വിജി സന്ദർശനത്തിൻ്റെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ വരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ഈ മുന്നിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? പുകമഞ്ഞിൻ്റെ ദൃശ്യപരിധി വളരെ കുറഞ്ഞു, 0 ഒക്കെ ആയി എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കേർ. ഇപ്പോൾ നമുക്ക് ദൃശ്യപരിധി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ദൃശ്യങ്ങളിലേക്ക് എനിക്ക് പിന്നിലേക്കുള്ള ദൃശ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതാണ്. ദൃശ്യപരിധി വളരെ കുറവാണ്. ഈ ഗതാഗതത്തെയൊക്കെ തന്നെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. നിരത്തുകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഈ വാഹനങ്ങൾ പോലും പരസ്പരം കാണാൻ കഴിയാത്ത രീതിയിലാണ് നിലവിൽ ഡൽഹിയിലെ ഒരു അവസ്ഥ. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വിമാന കമ്പനികൾ ഇപ്പോൾ എയർ ഇന്ത്യയും ഒപ്പം തന്നെ ഇൻഡിഗോയും ഒക്കെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. വിമാന സർവീസുകളെ അടക്കം ഈ കുറഞ്ഞ ദൃശ്യപരിധിയും ഒപ്പം തന്നെ പുകമഞ്ഞും ഒക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യാത്രക്കാർ ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ പരിശോധിക്കണമെന്നുള്ളത് തന്നെയാണ് അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇനി എസ്കേൻ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഇത്തരത്തിലേക്കുള്ള വിദേശയാത്രകൾ നടത്തുന്നത്. അദ്ദേഹം ത്രിരാഷ്ട്ര സന്ദർശനമാണ് നടത്തുന്നത്. അത് 3 രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയാണ്. അതിൽ ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ആദ്യം അദ്ദേഹം ജോർദാനിലേക്കാണ് പോകുന്നത്. അവിടെ അദ്ദേഹം ജോർദാൻ രാജാവ് അബ്ദുള്ള ബിൻ അൽ ഹുസൈനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് അദ്ദേഹം സന്ദർശിക്കുന്നത് എത്യോപ്യയിലേക്കാണ്. എത്യോപ്യയിൽ പോകുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അത്തരത്തിലേക്കുള്ള ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കും. ഒപ്പം തന്നെ എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുകയാണ്. 17, 18 തീയതികളിലായാണ് പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം. പ്രധാനമന്ത്രിക്കൊപ്പം ഒമാനിൽ ഉന്നതതല പ്രതിനിധി സംഘവും കൂടി എത്തുന്നുണ്ട്. പ്രതിരോധം, വ്യാപാരം, കൃഷി, ഊർജം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.